10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ സോഷ്യൽ സയൻസിലെ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. ഫ്രഞ്ച് റവല്യൂഷനെ കുറിച്ചുള്ള ഒരു ചാപ്റ്ററാണിത്. കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഫ്രഞ്ച് റവല്യൂഷനെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഒരു ഇത് പറയുന്നുണ്ട്. 1789 ജൂൺ 20 ഫ്രാൻസിൻ്റെ രാഷ്ട്രീയ സ്ഥിരാകേന്ദ്രം യൂറോപ്പിലെ പ്രധാന നഗരങ്ങളിൽ ഒന്നുമായിരുന്ന പാരീസ് മഴയിൽ കുതിർന്നു നിൽക്കുകയായിരുന്നു. എന്നാൽ പാരീസിൻ്റെ രാഷ്ട്രീയ കാലാവസ്ഥ തികച്ചും ചൂടേറിയതായിരുന്നു. ഫ്രഞ്ച് പാർലമെൻറ്റായിട്ടുള്ള എസ്റ്റേറ്റ് ജനറലിൻ്റെ മൂന്നാമത്തെ വിഭാഗത്തിന് പ്രതിനിധികൾ പാർലമെൻറ്റിലേക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടു. അതിനെ തുടർന്ന് അവർ തൊട്ടടുത്തുള്ള ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ചു. ഫ്രാൻസിൽ ജനങ്ങൾക്ക് പരമാധികാരമുള്ള ഒരു ലിഖിത ഭരണഘടന തയ്യാറാക്കുന്നതുവരെ പിരിഞ്ഞു പോകില്ലെന്ന് അവർ പ്രതിജ്ഞയെടുത്തു. ഫ്രാൻസിൻ്റെയും യൂറോപ്പിൻ്റെയും പിൽക്കാല ചരിത്രത്തെ നിർണായകമായി സ്വാധീനിച്ച ജനമുന്നേറ്റത്തെക്കുറിച്ചാണ് ഈ പാഠഭാഗം ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫ്രാൻസിലെ സ്വേച്ഛാധിപത്യ ഭരണക്രമം എങ്ങനെയാണെന്ന് നോക്കാം. ഫ്രാൻസിൽ നിലനിന്നിരുന്ന സ്വേച്ഛാധിപത്യ രാഷ്ട്രീയ വ്യവസ്ഥയ്ക്ക് എതിരായിരുന്നു ജനമുന്നേറ്റം ഉയർന്നു വന്നിരുന്നത്. പതിറ്റാണ്ടുകളായിട്ട് ഫ്രാൻസിൽ ഒരു ബൂർബൻ രാജവംശമായിരുന്നു ഭരിച്ചിരുന്നത്. ഈ രാജവംശത്തിലെ ഭരണാധികാരികളെല്ലാം പൊതുവെ സ്വേച്ഛാധിപതികളായിരുന്നു. പിന്നെ രാജാധികാരം ദൈവദത്തമാണെന്ന് കരുതപ്പെടുന്നു. തന്നെ എസ്റ്റേറ്റ് ജനറൽ എന്ന പേരിൽ ഒരു പാർലമെൻറ്റ് ഉണ്ടായിരുന്നുവെങ്കിലും ദീർഘകാലമായിട്ട് അത് വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. 1614 അവസാനമായിട്ട് പാർലമെൻറ്റ് യോഗം ചേർന്നത്. ബൂർബൻ രാജാക്കന്മാരിൽ പ്രധാനിയായിരുന്നു ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ലൂയി 14. ഓക്കെ, ഇവിടെ നമുക്ക് വരുന്നത് എസ്റ്റേറ്റ്സ്. ഓക്കെ, രാഷ്ട്രീയ വ്യവസ്ഥ അവിടെ പതിറ്റാണ്ടുകളായിട്ട് ബൂർബൻ രാജവംശമാണ് ഭരിച്ചിരുന്നതെന്നും എസ്റ്റേറ്റ് ജനറൽ എന്നാണ് അവരുടെ പാർലമെൻറ്റ് എന്നും 1614 അവസാനമായിട്ടാണ് അത് വിളിച്ചിട്ടുള്ളതെന്നും പറയുന്നു. ദെൻ ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി 14 ഇതിൽ കൊടുത്തിട്ടുണ്ട്. ലൂയി രാജാക്കന്മാരാണ് ഇവിടെ ഭരിച്ചിരുന്നത്. രാജാവിൻ്റെ അധികാരമെല്ലാം എന്താണ് ദൈവദത്തമാണെന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ യൂറോപ്പ് 1789 ഒരു രാഷ്ട്രീയ വ്യവസ്ഥയും അതുപോലെ കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്, പ്രത്യേകിച്ച് ഫ്രാൻസിലുള്ളത്. അപ്പോൾ യൂറോപ്യൻ കൺട്രീസ് കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ യൂറോപ്യൻ കൺട്രീസ് ആണുള്ളതൊക്കെ മാപ്പിൽ. ലൂയി 14 തൊട്ട് അധികാരത്തിൽ വന്നതാണ് ലൂയി 15. അദ്ദേഹവും എന്താണ് ധൂർത്തും കാര്യങ്ങളും ചെയ്തു. ദെൻ അതിനുശേഷം ലൂയി 16 വരുന്നു. ലൂയി 16 ഈ പറഞ്ഞ പോലെ എന്താണ് ജനങ്ങളിൽ നിന്ന് അധികമായിട്ട് നികുതി ഏർപ്പെടുത്തുകയും സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യുന്നു. യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളും ഉണ്ടാകാത്തൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ദെൻ ലൂയി 16 ഭാര്യയാണ് ആര്? മേരി അന്റോണിയറ്റ്. ഇവരും എന്താണ് ഭരണകാര്യങ്ങളിൽ തുടർച്ചയായിട്ട് ഏർപ്പെട്ടിരുന്നു. എന്താണ് ധൂർത്തും എന്ന ധാരാളിത്തവുമാണ് ഇവർ മൂന്നാളും ചെയ്തിരുന്നത്. ഓക്കെ, ദെൻ നമുക്ക് ഫ്രഞ്ച് സാമൂഹിക വ്യവസ്ഥിതി എങ്ങനെയാണെന്ന് നോക്കാം. ഫ്രഞ്ച് എന്താണ് പ്രഭുക്കൾ യുദ്ധം ചെയ്യുന്നു, പുരോഹിതർ പ്രാർത്ഥിക്കുന്നു, സാധാരണക്കാർ നികുതി കൊടുക്കുന്നു. ഇത് ഏത് ഇതിൽ പെട്ടതാണെന്ന് വെച്ചാൽ നമുക്കറിയാം ഫ്രഞ്ച് റവല്യൂഷനുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. പ്രഭുക്കൾ യുദ്ധം ചെയ്യുന്നു, പുരോഹിതന്മാർ പ്രാർത്ഥിക്കുന്നു, സാധാരണക്കാർ നികുതി കൊടുക്കുന്നു. അപ്പോൾ ഫ്രാൻസിൽ സാധാരണക്കാരുടെ ഇടയിൽ പ്രചാരത്തിരുന്ന ഒരു ചൊല്ലായിരുന്നു ഇത്. 18ാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് സമൂഹത്തെ 3 തട്ടുകളായിട്ട് എന്താണ് എസ്റ്റേറ്റുകളായിട്ട് വിഭജിച്ചിരുന്നു. ഓക്കെ, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എസ്റ്റേറ്റുകളായിട്ട് തിരിച്ചിട്ടുള്ള ആ ഒരു എവിടെയാണ് ഏത് വിപ്ലവത്തിൻ്റെ സമയത്ത് അല്ലെങ്കിൽ എവിടെയെന്ന് ചോദിച്ചാൽ എന്താണ് ഫ്രാൻസിലായിരുന്നു ഇങ്ങനെ വിഭജിച്ചിട്ടുണ്ടായിരുന്നത്. 1ാം എസ്റ്റേറ്റിലായിരുന്നു ആര്? പുരോഹിതന്മാർ. നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പോവാം. എന്താണ് വളരെ പ്രബലവും സമ്പന്നവുമായിട്ടുള്ള ഫ്രാൻസിലെ കത്തോലിക്ക സഭ ഭൂസ്വത്തിൻ്റെ വലിയൊരു ഭാഗവും സഭയുടെ ഉടമസ്ഥതയിൽ ആയിരുന്നു. ഓക്കെ, എല്ലാ തരത്തിലുള്ള നികുതികളിൽ നിന്നും എന്താണ് ഇവർ ഒഴിവാക്കപ്പെട്ടിരുന്നു. ഇവർക്ക് ഫുൾ റൈറ്റ്സും ഫ്രീഡം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവർ കർഷകരിൽ നിന്നും ടൈത് ആയിരുന്ന നികുതി പിരിച്ചിരുന്നത്. ഓക്കെ, ഞങ്ങൾ മുന്നേ പഠിച്ചത് തിതയായിരുന്നു, ഇതിലിത് ടൈത് എന്നാണ് കൊടുത്തിരിക്കുന്നത്. വിളവിൻ്റെ 11% നികുതിയായിട്ട് ഇരുന്നത്. ഇത് സാധാരണക്കാർക്ക് കർഷകരോട് പുരോഹിതരോട് വിരോധം തോന്നാനായിട്ട് കാരണമുണ്ടായി. അപ്പോൾ എന്താണ് പുരോഹിതന്മാരാണ് 1ാം എസ്റ്റേറ്റിൽ വരുന്നത്. അവർക്ക് എന്താണ് ടാക്സോ കാര്യങ്ങളോ ഒന്നും അടക്കേണ്ടതായിട്ട് ഉണ്ടായിരുന്നില്ല. ഒരുപാട് ഭൂമി ഇവരുടെ കയ്യിലുണ്ടായിരുന്നു. അധികം നികുതികളും ഒക്കെ കർഷകരിൽ നിന്ന് പിരിച്ചിരുന്നു. അതിന് പറയുന്ന പേരാണ് ടൈത്. ദെൻ 2ാം എസ്റ്റേറ്റിൽ വരുന്നതാണ് പ്രഭുക്കന്മാർ. ഭരണരംഗത്ത് ഉയർന്ന സ്ഥാനങ്ങളും സൈന്യത്തിലെ ഉയർന്ന പദവികളും കൈയടക്കി വെച്ചിരുന്നത് ആരായിരുന്നു? പ്രഭുക്കന്മാരായിരുന്നു. ഇവർ ഭൂമി ഉടമകൾ കൂടിയായിരുന്നു. ഓക്കെ, ആഡംബര ജീവിതം ഇവർക്ക് ഉണ്ടായിരുന്നു. ഇവർ സൈന്യവും കാര്യങ്ങളൊക്കെയാണ് ഭരണത്തിലെ മെയിൻ ഇത് ഇവർക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ദെൻ 1749 നിയമം അനുസരിച്ച് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും തങ്ങളുടെ വരുമാനത്തിൻ്റെ 1/20 സർക്കാരിലേക്ക് നേരിട്ട് നികുതിയായിട്ട് നൽകണമായിരുന്നു. ഓക്കെ, 1/20. ഈ നികുതി വോങ് തിയം എന്ന് അറിയപ്പെടുന്നു. ഒക്കെ പുതിയൊരു ടൈമാണ്. നമ്മൾ തിതെ എന്നല്ല ഇവിടെ ടൈത് എന്നാണ് കൊടുത്തതുപോലെ ഇവിടെ പ്രഭുക്കന്മാർ പിരിച്ചിരുന്ന നികുതി എന്താണ് അറിയപ്പെടുന്നത്? വോങ് തിയം. ഓക്കെ,
എന്നറിയപ്പെട്ടിരുന്നു. ആദ്യത്തെ 2 വിഭാഗങ്ങളും പുരോഹിതന്മാരും പ്രഭുക്കളും രാജാവിന് ഒരു ചെറിയ തുക മാത്രം നൽകിയാൽ മതിയായിരുന്നു. പിന്നീട് എന്താണ് അവർ മറ്റെല്ലാ നികുതിയിൽ നിന്നും എന്താണ് ഒഴിവാക്കപ്പെട്ടിരുന്നു. ഓക്കെ, പിന്നെ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നികുതിയുടെ കാര്യങ്ങൾ വരുന്നുണ്ട്. പ്രഭുക്കന്മാർ സാധാരണക്കാരായിട്ട് ജനങ്ങളെ ചൂഷണം ചെയ്തിരുന്നു വിവിധ രീതികളിലായിരുന്നു. ഓക്കെ, അത് ഏതൊക്കെയാണെന്ന് നോക്കാം. കോവി ഒക്കെ ഒരു വർഷത്തിൽ 3-4 ദിവസം സാധാരണക്കാരെ കൊണ്ട് എന്താണ് പ്രതിഫലം ഒന്നും വാങ്ങാതെ വേജസ് ഒന്നും കൊടുക്കാതെ എന്താണ് പണിയെടുപ്പിക്കുന്നു. അതിനാണ് കോവി എന്ന് പറയുന്നത്. നമുക്കത് കോഴിയായിട്ട് എടുക്കാമല്ലോ. കോവി ഓക്കെ, വർഷത്തിൽ 3-4 ദിവസം എന്താണ് വെറുതെ വേജസ് ഒന്നും കൊടുക്കാതെ പണിയെടുപ്പിക്കുന്നു. ദെൻ ബെനാലിറ്റി എന്ന സംഭവം വീഞ്ഞ് നിർമ്മാണത്തിലും ഓക്കെ, ഇപ്പോൾ വീഞ്ഞ് നിർമ്മിക്കുമ്പോൾ അതിൽ നിന്നും കുറച്ച് തുക കൊടുക്കണം. പിന്നെ എന്താണ് റൊട്ടി നിർമ്മിക്കുമ്പോഴൊക്കെ അപ്പോൾ അതിനൊക്കെ ആയിട്ടുള്ള ഈ ഉപകരണങ്ങളൊക്കെ എന്താണ് അതിനൊരു സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ വേണ്ടേ. അവിടുന്ന് അത് ജന്മിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് അവർ ഉപയോഗിക്കുമ്പോൾ അതിനും കൊടുക്കുന്ന നികുതിയാണ് എന്ത് ബെനാലിറ്റി. ഓക്കെ, പെനാൽറ്റി അങ്ങനെ പഠിക്കാമല്ലോ. ദെൻ എന്താണ് ബെൻവീൻ തങ്ങളുടെ പ്രദേശത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വീഞ്ഞിന് മേലുള്ള കുത്തക നികുതിയാണിത്. ഓക്കെ, ബെൻവീൻ എന്താണ് കുത്തക നികുതി, വീഞ്ഞിന് മേലുള്ള കുത്തക. ബെൻവീൻ തങ്ങളുടെ പ്രദേശത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വീഞ്ഞിന് മേലുള്ള നികുതിയാണ് ഇത് ബെൻവീൻ. ദെൻ പിയേഷ് പാലങ്ങൾ, റോഡുകൾ എന്നിവയുടെ മേലുള്ള ചുങ്കം. പിയേഷ് നമുക്ക് വല്ല രാജേഷോ വേറെ എന്തെങ്കിലും പേരാക്കിയിട്ടൊക്കെ നമുക്ക് എപ്പോഴും ഡെയിലി യാത്ര ചെയ്യുന്ന ഒരു ഏരിയാസാണ് പാലങ്ങളും റോഡുകളൊക്കെ അല്ലേ. അപ്പോൾ റോഡുകൾക്കും പാലങ്ങൾക്കും നേരെയുള്ള എന്നിവയ്ക്ക് മേലുള്ള ചുങ്കമാണ് പിയേഷ്. ദെൻ ടെറാഷ് നമുക്ക് ആരെല്ലാം പേരും എടുക്കാം. വിളവെടുപ്പ് കാലത്ത് കർഷകരിൽ നിന്നും പിരിക്കുന്ന പ്രത്യേകതര നികുതിയാണ് ഇത് ടെറാഷ്. വിളവെടുക്കുന്ന കാലത്ത് കർഷകരിൽ നിന്നും പിരിക്കുന്ന പ്രത്യേകതരം നികുതി. അപ്പോൾ കോവി, ബെനാലിറ്റി, ബെൻവീൻ, പിയേഷ്, ടെറാഷ്. കോവി നമുക്ക് കോഴിയായിട്ട് എടുക്കാം, പെനാലിറ്റി ആയിട്ട് എടുക്കാം, ബെൻവീൻ പിന്നൊന്നും കിട്ടുന്നില്ല. പിന്നെന്താണ് പറയുന്നത് പിയേഷ് നമുക്ക് എന്തായിട്ട് എടുക്കാം, രാജേഷോ അങ്ങനെ വേറെ വല്ല പേരുകളും എടുക്കാം. പാലങ്ങൾ, റോഡുകൾ എന്നിവയുമായുള്ള ചുങ്കം. ടെറാഷ് വിളവെടുപ്പ് കാലത്ത് കർഷകരിൽ നിന്ന് പിരിക്കുന്ന പ്രത്യേകതരം കരമാണ് അത്. ഓക്കെ, അപ്പോൾ 1ാം എസ്റ്റേറ്റും 2ാം എസ്റ്റേറ്റും കഴിഞ്ഞു. ഇവർക്കാണ് കൂടുതൽ റോള് ഉള്ളത്. നെക്സ്റ്റ് സാധാരണക്കാരായിട്ടുള്ള 3ാം എസ്റ്റേറ്റുകാർ നോക്കാം. 18ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ ജീവിച്ചിരുന്ന സാധാരണക്കാരൻ്റെ അവസ്ഥയാണ് മുകളിൽ കൊടുത്തിരിക്കുന്ന ചിത്രം കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ തൊഴിലാളികളും കർഷകരും അടങ്ങുന്നതായിരുന്നു 3ാമത്തെ എസ്റ്റേറ്റ്. മധ്യവർഗം, തൊഴിലാളികളും കർഷകരും അടങ്ങുന്നതായിരുന്നു 3ാം എസ്റ്റേറ്റ്. ഇവർ കോമൺസ് അല്ലെങ്കിൽ സാധാരണക്കാർ എന്നറിയപ്പെട്ടിരുന്നു. ഭൂരിഭാഗം ജനങ്ങളും ദാരിദ്ര്യത്തിൽ ആയിരുന്നു. പിന്നെ എന്താണ് കർഷകന് എന്താണ് തങ്ങൾ ഉൽപ്പാദിക്കുന്ന അളവിൻ്റെ ഒരു അംശം മാത്രമാണ് കർഷകന് ലഭിച്ചിരുന്നത്. അവരുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളാണ് ആ ഒരു ഇതിൽ പറയുന്നത്. നമുക്ക് എക്സാമിൽ ഇതായിട്ടുള്ള കാര്യങ്ങളൊന്നും അതിലില്ല. ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ സൈനിക സേവനം നടത്തുക, പൊതുനിരത്തുകൾ, ജലമാർഗ്ഗങ്ങൾ, പാലങ്ങൾ തുടങ്ങിയവയുടെ മരാമത്ത് പണികൾക്ക് സൗജന്യ സേവനം നൽകുക. ഒക്കെ എന്താണ് അവരേക്ക് നിന്ന് ടാക്സ് കളക്ട് ചെയ്യുന്നു, അവരെന്നെ ചൂഷണം ചെയ്യുന്നു, വേജസ് ഇല്ലാതെ പണിയെടുപ്പിക്കുന്നു, സേവനങ്ങൾ നടത്തുന്നു. ഓക്കെ, ഇതാണ് 3ാം എസ്റ്റേറ്റിൽ വരുന്നതാണ് മധ്യവർഗം, തൊഴിലാളികൾ, കർഷകർ. നെക്സ്റ്റ് മധ്യവർഗത്തിന്റെ ഉദയം എങ്ങനെയാണെന്ന് നോക്കാം. ഓൾറെഡി പറഞ്ഞു മധ്യവർഗം 3ാം എസ്റ്റേറ്റിൽ വരുന്നതാണ് മധ്യവർഗം. ഓക്കെ, 18ാം നൂറ്റാണ്ടിൽ ഫ്രഞ്ച് സമൂഹത്തിൽ ഒരു മധ്യവർഗം ഉയർന്നു വന്നു. ഫ്രാൻസിന്റെ കാർഷിക വ്യവസായ രംഗത്ത് ഇക്കാലത്തുണ്ടായ പുരോഗതി മധ്യവർഗത്തിന്റെ ഉദയത്തിന് കാരണമായി. ഓക്കെ, ഫ്രാൻസിൽ എന്താണ് പെട്ടെന്ന് ഒരു കാർഷിക വ്യവസായ രംഗത്ത് കുറച്ച് പുരോഗതി ഉണ്ടായപ്പോൾ മധ്യവർഗത്തിന് അതൊരു ഉദയത്തിന് കാരണമായി. കാർഷിക വ്യവസായ രംഗത്തുണ്ടായ വളർച്ചയോടെ പുതിയ നഗരങ്ങളും ഉയർന്നു വന്നു. നഗരങ്ങളിൽ തൊഴിൽ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയവർ സാമ്പത്തിക പുരോഗതി കൈവരിക്കുകയും മധ്യവർഗത്തിന്റെ ഭാഗമാവുകയും ചെയ്തു. ദെൻ ഓൾറെഡി എന്താണ് അവിടെ പട്ടണങ്ങളും തുറമുഖങ്ങളും ഒക്കെ ഈ സമ്പന്നരുടെ നിയന്ത്രണത്തിലായി. സമ്പന്നർ എന്ന് പറയുമ്പോൾ ഈ മധ്യവർഗത്തിന്റെ കീഴിലായി. ഇവരും മധ്യവർഗത്തിന്റെ ഭാഗമായി എന്ന് ഓൾറെഡി പറഞ്ഞു. ഇങ്ങനെ രൂപപ്പെട്ട മധ്യവർഗത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ഡോക്ടേഴ്സ്, നിയമജ്ഞർ, ബാങ്കർമാർ എന്നിവരും ഉൾപ്പെട്ടിരുന്നു. ഈ മധ്യവർഗം സാധാരണക്കാരെ പോലെ ഭരണകൂടത്തിനും പ്രഭുക്കൾക്കും നികുതി നൽകിയിരുന്നു. ഓക്കെ, വിദ്യാഭ്യാസം കാര്യങ്ങളും സമ്പത്തും ഒക്കെ ഉണ്ടായിരുന്നാലും ഇവരും എന്താണ് ചൂഷണത്തിന് അർഹരായിരുന്നു. ഇങ്ങനെ എന്താണ് അവർക്ക് അർഹിക്കുന്ന പദവിയോ അധികാരമോ കൊടുത്തിരുന്നില്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ എന്താണ് ഈ മധ്യവർഗവും എന്താണ് ഈ 1ഉം 2ഉം എസ്റ്റേറ്റിന് എതിരായിട്ട് വന്നിരുന്നു. അപ്പോൾ മധ്യവർഗത്തിൽ പെടുന്നത് ആരൊക്കെയാണ്? ഡോക്ടർ, പിന്നെ അഡ്വക്കേറ്റ്സ്, ബാങ്കേഴ്സ് ഇവരൊക്കെയായിരുന്നു. കാരണം അവർക്ക് വിദ്യാഭ്യാസം പണം ഉണ്ടായിട്ടും അവർക്ക് എന്താണ് ഒരു പദവിയും അംഗീകാരം നൽകിയിരുന്നില്ല. ദെൻ ഗാബേൽ എന്താന്ന് നോക്കാം. ഗാബേൽ എന്ന് പറയുന്നത് ഇതൊരു ഉപ്പ് നികുതിയാണെന്ന് മനസ്സിലാക്കി വെക്കാം. എന്താണ് ഉപ്പ് നികുതി? ഓക്കെ, ഉപ്പിന് മാത്രമായിട്ടാണ് പിന്നീട് 13ാം നൂറ്റാണ്ട് മുതൽ ഉൽപ്പന്നങ്ങളുടെ മേൽ ചുമത്തപ്പെട്ടിരുന്ന നികുതിയായിരുന്നു ഇത്. പിന്നീട് എന്താണ് 15ാം നൂറ്റാണ്ട് മുതൽ ഉപ്പിന് മാത്രമായിട്ടാണ്. ഓക്കെ, അപ്പോൾ ഗാബേൽ ഏത് തരം നികുതിയാണെന്ന് നോക്കുക വയ്ക്കുക. ഏതാണ്? ഉപ്പ് നികുതി. നേരത്തെ വന്ന ടൈഡ് ഏതാണ്? ടൈഡ് നമ്മുടെ പുരോഹിതന്മാർ കർഷകരിൽ നിന്നും പിരിച്ചിരുന്ന നികുതിയാണ് ടൈഡ്. നെക്സ്റ്റ് പറയുന്നത് വാങ്തിയം എന്ന് പറഞ്ഞിട്ടുള്ളൊരു നികുതിയും പഠിച്ചിട്ടുണ്ടായിരുന്നു. അതെന്താണ്? പ്രഭുക്കന്മാർ 20% 20ൽ 1%
ഒരു ഭാഗം നികുതിയായിട്ട് വാങ്ങണം, വോങ് ടൈം നികുതി. ദെൻ ഗാബേൽ ഉപ്പ് നികുതിയാണെന്ന് മനസ്സിലാക്കി വയ്ക്കാം. പിന്നെ വിൽ ഏരിയൽ ഡൂറൻറ്റ് എന്തോ പറയുന്നുണ്ട്, അസംതൃപ്തരായിട്ടുള്ള കർഷക വർഗത്തെ ആയുധമാക്കിക്കൊണ്ട് പൗരോഹിത്യത്തെയും പ്രഭുത്വത്തെയും തകിടം മറിക്കുകയും അസ്വസ്ഥരായിട്ടുള്ള നഗരവാസികളെ കൊണ്ട് ജനകീയ സേവനങ്ങൾ നിർവീര്യമാക്കുകയും ചെയ്ത ബൂർഷ്വായുടെ മധ്യവർഗം പ്രവർത്തനമായിരുന്നു ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സത്ത. അപ്പോൾ അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. വിൽ ഏരിയൽ ഡൂറൻറ്റ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അസംതൃപ്തരായിട്ടുള്ള കർഷക വർഗത്തെ ആയുധമാക്കിക്കൊണ്ട് പൗരോഹിത്യത്തെയും പ്രഭുത്വത്തെയും തകിടം മറിക്കുകയും അസ്വസ്ഥരായിട്ടുള്ള നഗരവാസികളെ കൊണ്ട് ജനകീയ സേവനങ്ങൾ നിർവീര്യമാക്കുകയും ചെയ്ത ബൂർഷ്വായുടെ മധ്യവർഗം അല്ലെങ്കിൽ പ്രവർത്തനമായിരുന്നു ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സത്ത. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടാഗാണ്. സാമ്പത്തിക പ്രതിസന്ധി എന്താണെന്ന് നോക്കാം. 1770 ഫ്രാൻസിൽ കാർഷിക രംഗത്ത് കടുത്ത പ്രതിസന്ധി ഉണ്ടായിട്ടുള്ളത്. ഇത് പിന്നീട് ധാന്യങ്ങളുടെയും റൊട്ടിയുടെയും വില വർധനവിന് കാരണമായി. 1730 1789 ഇടയിലെ കാലത്ത് ധാന്യങ്ങളുടെ വിലയിൽ 60% വർധനവിനുണ്ടായി. തൊഴിലാളികളുടെ കൂലിയിലെ വർധനവ് 22% മാത്രമായിരുന്നു. ഓക്കെ, അത് തീറ്റപ്പുല്ലിന് ക്ഷാമം വന്നു. കന്നുകാലി സമ്പത്തിൽ വലിയ കുറവുണ്ടായി. ജനസംഖ്യയുടെ 1/3 ഭാഗത്തെ പ്രശ്നം എന്താണ് സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. ബ്രിട്ടനുമായിട്ട് ഫ്രാൻസ് ഒപ്പുവെച്ച കച്ചവട കരാർ പ്രകാരം ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളൊക്കെ എന്താണ് ഇവിടെ വന്നിട്ട് കുമിഞ്ഞുകൂടാനും ഫ്രാൻസ് ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ എന്താണ് അവിടെ കെട്ടിക്കിടക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ എന്താണ് ഇതിൽ അസംതൃപ്തരായിട്ടുള്ള കർഷകരും കരകൗശല തൊഴിലാളികളും മറ്റ് കൈത്തൊഴിലുകളും ഭരണകൂടത്തിനുമെതിരായിട്ട് എന്താണ് തെരുവിലിറങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രാൻസിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായത് കാർഷിക രംഗത്തായിരുന്നു 1770. അപ്പോൾ എന്താ റൊട്ടിയുടെയും ധാന്യങ്ങളുടെയും വില കൂടുന്നു. സ്വാഭാവികമായിട്ടും അവിടെ ഭയങ്കര ക്ഷാമം കാര്യങ്ങളും വരുന്നു. തീറ്റപ്പുല്ലിന് ക്ഷാമം വരുന്നു. കന്നുകാലി സമ്പത്ത് കുറയുന്നു. ജനങ്ങൾക്ക് എന്താണ് ജോലിയില്ലാത്തൊരവസ്ഥ വരുന്നു. പിന്നെ ബ്രിട്ടൻ ഫ്രാൻസുമായിട്ടുള്ള സപ്തവത്സര യുദ്ധം കഴിഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു എഗ്രിമെൻ്റ് വെച്ചിട്ട് ബ്രിട്ടൻ്റെ പല പ്രോഡക്ട്സും എന്താണ് ഇവിടേക്ക് വന്നിറങ്ങാനും ഫ്രാൻസിലെ പ്രോഡക്ട്സൊക്കെ എന്താണ് അവിടെ കെട്ടിക്കിടക്കാനായിട്ട് തുടങ്ങി. നിന്ന് അസമത്വമായിരുന്നു ബാങ്കർമാരടക്കമാവുന്ന മധ്യവർഗം ഫ്രഞ്ച് ഭരണത്തിനെതിരെയുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന്. അപ്പോൾ ബാങ്കർമാർ ഇതിൽ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നികുതി എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണമെന്ന് അവർ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബാങ്കർമാർ ഇങ്ങോട്ട് വന്നത് എതിരായിട്ട്. ഇനി പ്രധാനപ്പെട്ടിട്ടുള്ള ചിന്തകരുടെ സ്വാധീനം എന്താണെന്ന് നോക്കാം. വോൾട്ടയർ ഉണ്ട്, റൂസോ ഉണ്ട്, മോണ്ടസ്ക്യൂ ഉണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട ചിന്തകർ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രാൻസിലെ തത്വചിന്തകരും അവരുടെ ആശയങ്ങളുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വോൾട്ടയർ തത്വചിന്തകനും ചരിത്രകാരനും ആക്ഷേപഹാസ്യക്കാരനുമായിട്ടുള്ള അദ്ദേഹം ആർക്ക് എതിരായിട്ടാണ്? പുരോഹിതന്മാർക്കെതിരായിട്ടാണ് അദ്ദേഹം എതിർത്തത്. ഓക്കെ, അദ്ദേഹം ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു. പുരോഹിതരെ നിരന്തരം എന്താണ് വിമർശിച്ചിരുന്നു. തൻ്റെ നിലപാടുകളും രചന മൂലം അദ്ദേഹം ഫ്രാൻസിൽ നിന്നും പുറത്താക്കപ്പെട്ടു. അപ്പോൾ വോൾട്ടയറെ കുറിച്ചിട്ട് അത്ര തന്നെ പറയുന്നുള്ളൂ, തത്വചിന്തകനും ചരിത്രകാരനും. ദെൻ റൂസോ വിദ്യാഭ്യാസ ചിന്തകനും രാഷ്ട്രമീമാംസകനുമായിരുന്നു റൂസോ. അദ്ദേഹത്തിൻ്റെ കൃതിയായിട്ടുള്ള സാമൂഹിക ഉടമ്പടി, ഓക്കെ, സോഷ്യൽ കോൺട്രാക്ട് റൂസോ ആണെന്ന് നമുക്കറിയാം. ജനങ്ങളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടി ഒരു കരാപ്രകാരം രാജാവിനെ സൃഷ്ടിച്ചുവെങ്കിലും അദ്ദേഹം എന്ത് ചെയ്തു? ലംഘിക്കപ്പെട്ടു. ഇത് പറഞ്ഞത് ആരാണ്? റൂസോ ആണ്. റൂസോ നിലവിലുള്ള അധികാരങ്ങളെയും ഘടനയും എതിർത്തിരുന്നു. റൂസോയുടെ ആശയങ്ങൾ പ്രകൃതിവാദത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. മനുഷ്യ സ്വതന്ത്രമായി ജനിക്കുന്നു, എന്നാൽ അവനെ എല്ലായിടത്തും ചങ്ങലകളാണെന്ന് പറഞ്ഞ ആരാണ്? ഇദ്ദേഹമാണ്. മോണ്ടസ്ക്യൂ എന്താണ്? ക്രൈസ്തവ സഭയുടെ ദൂഷ്യങ്ങളെയും രാഷ്ട്രത്തിന്റെ സ്വേച്ഛാധിപത്യത്തെയും വിമർശിച്ചു. അദ്ദേഹം എന്താണ് ഗവൺമെന്റിനെയും വിമർശിച്ചിരുന്നു. ഗവൺമെന്റ് അധികാരത്തെ നിയമനിർമ്മാണം, ഭരണനിർവഹണം, നീതിന്യായം എന്നിങ്ങനെ 3 തരംതിരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള കൃതിയാണ് നിയമത്തിന്റെ ആത്മാവ് അല്ലെങ്കിൽ ദ സ്പിരിറ്റ് ഓഫ് ലോസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ടിട്ടുള്ള കൃതിയാണ് ദ സ്പിരിറ്റ് ഓഫ് ലോസ് അല്ലെങ്കിൽ നിയമത്തിന്റെ ആത്മാവ്. then എന്താണ് ബ്രിട്ടീഷ് ചിന്തകനായിട്ടുള്ള ജോൺ ലോക്കിന്റെ പ്രധാനപ്പെട്ട ഒരു പുസ്തകം പറയുന്നുണ്ട്, ദ ടു ട്രീറ്റീസ് ഓഫ് ഗവൺമെന്റ്. ആരുടെയാണ്? ജോൺ ലോക്കിൻ്റെയാണ്. അദ്ദേഹം എന്താണ് രാജാവിൻ്റെ ദൈവദത്താവകാശത്തെയും സ്വേച്ഛാധി ഭരണത്തെയും എന്താണ് നിരാകരിച്ചിട്ടുണ്ട്. ഇനി ഫിസിയോക്രാറ്റുകളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. 2 ഫിസിയോക്രാറ്റുകൾ ഇവിടെ പറയുന്നുണ്ട്, ടാർഗോയും നെക്കറും. ഓക്കെ, ടാർഗോയും നെക്കറും എന്താണ് ഫിസിയോക്രാറ്റുകളാണ്. അവരും എന്താണ് ഇവരിൽ പ്രമുഖരായിരുന്നു. എന്തിന്? ഈ ഫ്രഞ്ച് ഭരണത്തിനെതിരൊക്കെ ആയിട്ട്. മധ്യവർഗത്തിൻ്റെ താല്പര്യങ്ങളായിരുന്നു ഇവരുടെ സാമ്പത്തിക നയങ്ങളിൽ പ്രതിഫലിച്ചിരുന്നത്. കൃഷിക്ക് പ്രോത്സാഹനം നൽകുക, ഭക്ഷ്യ വസ്തുക്കളിൽ വ്യാപാര സ്വാതന്ത്ര്യം അനുവദിക്കുക എന്നിവ അവയിൽ പെട്ടവയായിരുന്നു. ദെൻ ഈ പരിഷ്കാരങ്ങൾ ഒരു പരിധിവരെ ഫ്രാൻസിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തി. എന്നാൽ മാരി ആന്റോനൈറ്റ് ചെലവ് ചുരുക്കാൻ തയ്യാറാക്കിയിരുന്നത് ടാർഗോ രാജ്ഞിയുമായി ശത്രുതയിൽ കാരണമായി. ഓക്കെ, ടാർഗോ രാജ്ഞിയുമായിട്ട് എന്താണ് പിന്നീട് ശത്രുത ഉണ്ടാക്കി. രാജ്ഞിയുടെ എതിർപ്പ് മൂലം ലൂയി 16 ടാർഗോയെ മന്ത്രിസ്ഥാനത്ത് നിന്നും പിരിച്ചുവിടുകയാണ് ഉണ്ടായിരുന്നത്.
പുതിയ സാമ്പത്തിക ഉപദേഷ്ടാവായിട്ട് ആരെയാണ് നെക്കറിനെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ടാർഗോയുടെ പരിഷ്കരണം തുടരാൻ ശ്രമിച്ചെങ്കിലും ദേശീയ സഭയുടെ എതിർപ്പും ഇംഗ്ലണ്ടുമായിട്ടുള്ള യുദ്ധവും മൂലം പുറത്താക്കപ്പെട്ടു. തുടർന്ന് അധികാരത്തിൽ വന്ന രാജാവിൻ്റെ ഉപദേഷ്ടാക്കളും ഫ്രാൻസിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുവാൻ സാധിച്ചില്ല. ഗത്യന്തരമില്ലാതെ നെക്കറെ തിരികെ വിളിക്കാൻ എന്താണ് രാജാവ് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. സലൂണുകളും കോഫി ഹൗസുകളൊക്കെ എന്താണ് ഈ ഫ്രാൻസിൽ കുറച്ച് കൂടിക്കാഴ്ചകൾക്കും കാര്യങ്ങൾക്കൊക്കെ എന്താണ് ഒരു വേദിയായി, അത്രയോ അതിൽ പറയുന്നുള്ളൂ കേട്ടോ. ഇനി അടുത്തത് നമുക്ക് പാർട്ട് 2 ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാം. കുറച്ചുകൂടി കാര്യങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നുണ്ട്. ഒരു ക്ലാസ് കൊണ്ട് അവസാനിക്കില്ല. പാർട്ട് 2 ആയിട്ട് ഞാനത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.